നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഇതേ റണ്ണിങ് ഷൂസ് യൂസ് ചെയ്ത് തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സേഫ് ആണെന്ന്? എന്നാൽ നിങ്ങൾ ഒരിക്കലും സേഫ് അല്ല. കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുനോക്ക്. കണ്ട ആടി ഒലിയണത് കണ്ടോ? സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എത്രത്തോളം അൺസ്റ്റേബിൾ ആണെന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റണ്ണിങ് ഷൂസ് ഒരിക്കലും സ്ട്രെങ്ത്തിന് യൂസ് ചെയ്യാനുള്ള ഒരു അപ്പാരൽ അല്ല. റണ്ണിങ് ഷൂസ് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തേക്കുന്നത് റണ്ണിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഏത് ഷൂസ് ആണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യേണ്ടതെന്ന്. പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ട്രെയിനിങ് ഷൂസ്. ഇത് നൈക്കിയുടെ മെറ്റ്കോൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതൊന്നിന്റെ ആഡൊന്നും അല്ല, ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ റണ്ണിങ് ഷൂസ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആക്ച്വലി ഇത് മോർ സ്റ്റേബിൾ ആണ്. നമുക്ക് ജിമ്മിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്റ്റെബിലിറ്റിയാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനകത്ത്. ഇത് അത്രയ്ക്കും സ്റ്റേബിൾ ആണ്, ഫേം ആണ്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും ലിഫ്റ്റിംഗ് ടൈം. മോർ ഓവർ സേഫ്റ്റി ആണ് ഏറ്റവും പ്രധാനം. സോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടു. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. ഇത് കണ്ട, ഇതിന് ആട്ടവും ഇല്ല ഒലച്ചിലും ഇല്ല, കല്ല് പോലെ എന്നോളും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ രണ്ട് ഷൂസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന്? സോ മാക്സിമം ജിമ്മിനകത്ത് ട്രെയിനിങ് ഷൂസ് യൂസ് ചെയ്ത് തന്നെ ട്രെയിനിങ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ഷൂസ് അഫോർഡ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല എങ്കിൽ ബെയർ ഫുഡിലും ട്രെയിൻ ചെയ്യാം. സോ ബെയർ ഫുഡ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.